നമസ്കാരം. ഞാനിപ്പോൾ ഒരു വാർത്ത വായിച്ചു. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഒരു ഡോക്ടർക്ക് വെട്ടേറ്റു. വെട്ടിയത് 9 വയസ്സോ മറ്റോ പ്രായമുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ അച്ഛനാണ്. ആ കുട്ടിയെ ഈ ആശുപത്രിയിൽ ചികിത്സിച്ചു. പക്ഷേ ആ കുട്ടി മരണപ്പെട്ടു പോയി. അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണ് കുട്ടി മരിച്ചത്. ആശുപത്രിയിൽ ശരിയായിട്ടുള്ള ചികിത്സ കൊടുത്തില്ല എന്ന് ആരോപിച്ചാണ് ഈ കുട്ടിയുടെ അച്ഛൻ ഡോക്ടറുടെ തലയിൽ വെട്ടി ഗുരുതരമായിട്ട് പരിക്കേൽപ്പിച്ചത്. ഈ വാർത്ത നമ്മളെ എല്ലാവരെയും വളരെയധികം അസ്വസ്ഥരാക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. അതിലേറെ എന്നെ ഞെട്ടിച്ചത് ഈ വാർത്ത വന്നപ്പോൾ ഈ വാർത്തയുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ ഭൂരിഭാഗവും ഈ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് ഉള്ളവയായിരുന്നു. അതായത് ഡോക്ടർക്ക് വെട്ട് കിട്ടിയെങ്കിൽ നല്ലതാണ് എന്നുള്ള തരത്തിൽ നമ്മുടെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ ജനങ്ങളുടെ വളരെ വലിയ ഒരു അബദ്ധമാണ്, തെറ്റായിട്ടുള്ള ചിന്തയാണ്. നിങ്ങൾ കരുതുന്നത് പോലെ ഡോക്ടർമാർ മനഃപൂർവ്വമായിട്ട് ആരെയും ദ്രോഹിക്കുന്നില്ല, ആരെയും അവർ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല, ആരെയെങ്കിലും ചികിത്സ കൊടുത്ത് നശിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഡോക്ടർമാർ നിരപരാധികളാണ്. പ്രത്യേകിച്ചും സർക്കാർ ഡോക്ടർമാർ. പ്രൈവറ്റ് ആശുപത്രികളിലെ ഡോക്ടർമാർ ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ താല്പര്യമനുസരിച്ച് വരുന്ന രോഗികളിൽ നിന്നും പണം കൂടുതൽ പിടുങ്ങാൻ വേണ്ടി ആവശ്യമില്ലാത്ത ടെസ്റ്റുകളും മറ്റും ഒക്കെ ചെയ്യാറുണ്ട്. എങ്കിലും സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ അങ്ങനെ ചെയ്യാറില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ മുമ്പിലെത്തുന്ന രോഗികളുടെ രോഗം എത്രയും വേഗം മാറിക്കഴിഞ്ഞാൽ അവർക്ക് അത്രയും സമാധാനമുണ്ട്. വരുന്നത് പാവപ്പെട്ട ആൾക്കാരാണ്, സാധാരണക്കാരാണെന്ന് അവർക്കറിയാം. അവരതുകൊണ്ട് തന്നെ രോഗം മൂർച്ഛിപ്പിക്കാനോ രോഗം വഷളാക്കാനോ ഒരിക്കലും ആഗ്രഹിക്കില്ല. പക്ഷേ അവർ വളരെയധികം നിസ്സഹായമായ അവസ്ഥയിലാണെന്നും അവരുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങളെന്നും ജനങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമതായിട്ട്, നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം അച്ഛനമ്മമാർക്കും വിവരമില്ല. ഞാൻ വിവരമില്ല എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പഠിപ്പുള്ളവരും വിദ്യാഭ്യാസം നേടിയവരും, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പത്രം വായിക്കുന്നവരും വാർത്ത കാണുന്നവരുമൊക്കെയാണ്. പക്ഷേ നമുക്കെന്തില്ല? വിവേകമോ വിവരമോ ഇല്ല. ഇപ്പോൾ ഈ കുട്ടിക്ക് പനിയും ഛർദിയും മൂർച്ഛിച്ചാണ് ആശുപത്രിയിൽ ചെന്നത് എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഈ കുട്ടിക്ക് പനിയും ഛർദിയും മൂർച്ഛിച്ചു? ഞാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരൻസിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ്. ഈ സ്നേഹത്തിൻ്റെ പേരിൽ ഇവർ ചെയ്യുന്ന പല പാതകങ്ങളും ഈ കുട്ടികളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നവയാണ്. ഒന്നാമതവർ ഈ കുട്ടികൾക്ക് ഒരിക്കലും വാങ്ങിക്കൊടുക്കാൻ പാടില്ലാത്ത പല ഭക്ഷ്യവസ്തുക്കളും പാനീയങ്ങളും വാങ്ങിക്കൊടുക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പരസ്യങ്ങൾ കണ്ട് പരസ്യത്തിൽ വന്നു എന്ന് പറയുന്ന നടിയുടെയോ നടൻ്റെയോ അല്ലെങ്കിൽ കായിക താരത്തിൻ്റെയോ ഒക്കെ സംസാരം കേട്ട് തങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് കരുതി തനി വിഷം നിറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ ഇവർ വാങ്ങിക്കൊടുക്കാറുണ്ട്. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിൽ പാക്കറ്റുകളിൽ വരുന്ന മറ്റാരോ എവിടെയോ ഉണ്ടാക്കിയ വിശ്വസിക്കാൻ കൊള്ളാത്ത ഭക്ഷ്യവസ്തുക്കൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നു. ഒരുപാട് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നു, കോൾഡ് ഡ്രിങ്ക്സ് വാങ്ങിക്കൊടുക്കുന്നു, ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുന്നു, പുറത്തു നിന്നുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ കുട്ടികളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഇവർ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഇവർക്ക് അറിഞ്ഞുകൂടാ ഇവർ കുട്ടികളുടെ ആരോഗ്യം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളിലൂടെ നശിപ്പിക്കുകയാണെന്നുള്ളത്. രണ്ടാമത്, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ശാരീരിക അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ആ കുട്ടിയെ കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുകയാണ്. അവിടെ കുത്തിവയ്പ്പ് കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പനി ആ ശരീരത്തിന് വേണ്ടി ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒരു താൽക്കാലിക പ്രതിഭാസമാണെന്നും അത് 2-3 ദിവസം കഴിഞ്ഞാൽ വിട്ടുപോകുമെന്നുമുള്ള ഒരു ബോധം നമ്മുടെ അച്ഛനമ്മമാർക്കില്ല. അവരപ്പോൾ തന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് അവരവിടെ പാരസെറ്റമോളോ ആൻറ്റിബയോട്ടിക്കോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ കൊടുത്ത് ഈ പനിയെ സപ്രസ് ചെയ്യുന്ന പനി കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, ചിലപ്പോൾ 1 മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ വീണ്ടും തലവെക്കുമ്പോൾ അതിൻ്റെ കരുത്ത് കൂടും. കാരണം ഒരു വട്ടം പനിച്ച് ആ ശരീരത്തിനുണ്ടായിരുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ ശരീരം ശ്രമിച്ചപ്പോൾ അതിനെ മരുന്നിലൂടെ അവർ തടഞ്ഞു നിർത്തിയതിൻ്റെ പേരിൽ ആ പ്രശ്നം വീണ്ടും ആവർത്തിക്കപ്പെടും. അപ്പോൾ അവർ വീണ്ടും ആശുപത്രിയിലേക്ക് പോകും. ഇങ്ങനെ സ്ഥിരമായിട്ടൊരു കുട്ടിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയും അതിന് ജങ്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുകയും ഇത്തരത്തിൽ ശരീരത്തിന് ഹാനി ഉണ്ടാക്കുന്ന മരുന്നുകൾ തുടർച്ചയായിട്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു ദിവസം ഈ കുട്ടിക്ക് കലശലായ രോഗാവസ്ഥ ഉണ്ടാകും. ആ രോഗാവസ്ഥ അങ്ങനെ ആക്കിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അച്ഛനമ്മമാരാണ്. അച്ഛനമ്മമാർ കുട്ടിയെ കൊണ്ട് ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർമാർക്ക് മരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അവർ കൊടുക്കും. അവരതിനാണ് അവിടെ ഇരിക്കുന്നത്. അവർ ചികിത്സിക്കും. പക്ഷേ അവർ കൊടുക്കുന്ന ചികിത്സ ഈ കുട്ടിയുടെ ശരീരത്തിൽ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഡോക്ടർമാർക്കും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് അത് പറയേണ്ട കാര്യമില്ല. അച്ഛനമ്മമാർ സ്വയമാണ് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ കുട്ടിയെ
ഇനിയിപ്പോൾ നമ്മൾ ശരീരത്തിന് ഹാനി ഉണ്ടാക്കാത്ത മരുന്ന് വാങ്ങിക്കൊടുത്ത് അതിനെ ചികിത്സിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആ കുട്ടിക്ക് ഇത്ര വലിയ പ്രശ്നമുണ്ടാകില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം മാതാപിതാക്കളും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അവരെയും കൊണ്ട് ഓടുന്നത് ഇംഗ്ലീഷ് മരുന്ന് വിൽക്കുന്ന ആശുപത്രിയിലേക്കാണ്. അപ്പോൾ അവരുടെ ആരോഗ്യം ഈ തരത്തിൽ തെറ്റായിട്ടുള്ള ഭക്ഷണത്തിലൂടെയും തെറ്റായിട്ടുള്ള ചികിത്സകളിലൂടെയും ഈ അച്ഛനമ്മമാർ തന്നെ നശിപ്പിച്ചിട്ട് അവസാനം ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇത് എത്തിപ്പെട്ടു പോകുന്നതാണ്. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഡോക്ടർമാർ പൂർണ്ണമായിട്ടും നിരപരാധികളാണ്, പ്രത്യേകിച്ചും സർക്കാർ ഡോക്ടർമാർ. പക്ഷേ അവർ നിസ്സഹായരാണ്. അവർ നിസ്സഹായരായിരിക്കുന്നതിൻ്റെ ചില കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, ഏതെങ്കിലും ഒരു രോഗമുണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ പടച്ച് വിടപ്പെടുന്ന പൊട്ട തിയറികൾ, അശാസ്ത്രീയമായിട്ടുള്ള തിയറികൾ വിശ്വസിക്കാൻ കടപ്പെട്ടവരാണ് ഈ ഡോക്ടർമാർ. അവർക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ മസ്തിഷ്കജ്വരം ഉണ്ടാകുന്നു, ഇത് വെള്ളത്തിലുള്ള ഒരു അമീബ ഉണ്ടാക്കുന്നതാണെന്നാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പരക്കെ പ്രചരിക്കുന്ന ശാസ്ത്രീയ കഥ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വർഷങ്ങളായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ സെപ്റ്റിക് ടാങ്ക് കോരുന്ന ആൾക്കാരുണ്ട്, ദിവസവും പോയിട്ട് മുങ്ങി മീൻ പിടിക്കുന്നവരുണ്ട്, എന്നും വെള്ളത്തിൽ പെരുമാറുന്നവരുണ്ട്. അവർക്കാർക്കും ഇതുവരെ വന്നിട്ടില്ലാത്ത ഈ രോഗം ഇപ്പോൾ ഇങ്ങനെ പരന്ന് എല്ലാവർക്കും വെള്ളത്തിൽ കൂടി കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത് നമ്മൾ തിരിച്ചറിയണം, അണുക്കൾ രോഗമുണ്ടാക്കുന്നു എന്നുള്ളത് ഒരു തെറ്റായ ശാസ്ത്രമാണ്. അണുക്കൾ യഥാർത്ഥത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ള സൂക്ഷ്മജീവികളാണ്. നമ്മൾ ഏത് വെള്ളം എടുത്ത് പരിശോധിച്ചാലും ശരി, അതിലെല്ലാം തന്നെ നമുക്ക് വൈറസിനെയും അതുപോലെ തന്നെ നമുക്ക് ബാക്ടീരിയകളെയും അമീബകളെയും ഒക്കെ കാണാൻ പറ്റും. എവിടെ നിന്ന് വെള്ളം എടുത്താലും ശരി, ഇതവിടെ ഉണ്ട്. മിക്കവാറും എല്ലാ സ്ഥലത്തുള്ള വായുവിലും ഇത്തരത്തിലുള്ള സൂക്ഷ്മജീവികൾ കാണും. അപ്പോൾ സൂക്ഷ്മജീവികൾ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞിട്ടുണ്ട്. ഇവ രോഗമുണ്ടാക്കാനാണ് ഉള്ളത് എങ്കിൽ നമ്മളെല്ലാവരും എന്നും രോഗികളായിരിക്കും. കാരണം നമ്മൾ കോടാനുകോടി സൂക്ഷ്മജീവികളുടെ നടുവിലാണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ട്രില്യൺ കണക്കിന് സൂക്ഷ്മാണുക്കളുണ്ട്. അമീബയും വൈറസും ഫംഗസും എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പരിരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്ന അതേ ശാസ്ത്രം തന്നെയാണ് മറുഭാഗത്ത് പറയുന്നത് ഇവയെല്ലാം നമ്മളെ കൊല്ലാൻ വേണ്ടി ഇരിക്കുന്നവയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തിയറികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കടപ്പെട്ടവരാണ് ഈ ഡോക്ടർമാർ. അത് അശാസ്ത്രീയമാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ ശരി, അവർക്ക് വിശ്വസിച്ചേ പറ്റൂ. അവർക്ക് അതിനെ എതിർക്കാനുള്ള യാതൊരു മാർഗവുമില്ല. എതിർത്ത് കഴിഞ്ഞാൽ ആ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകും. രണ്ടാമത്, ഈ ഡോക്ടർമാർ നേരിടുന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ചികിത്സാ പ്രോട്ടോക്കോളാണ്. നമ്മളിൽ പലർക്കും അത് അറിഞ്ഞുകൂടാ. ഈ അലോപ്പതി ഡോക്ടർമാർക്ക്, MBBS പാസ്സായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് എല്ലാ രോഗങ്ങൾക്കും നൽകേണ്ട ചികിത്സ എത്തരത്തിലുള്ളതായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ട്. ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് തന്നെ ഒരു അശാസ്ത്രീയ പ്രക്രിയയാണ്. കാരണം ഒരു ഡോക്ടറുടെ മുമ്പിൽ ഒരു രോഗവുമായിട്ട് ചെല്ലുന്ന ആൾ അയാളുടെ ശാരീരിക അവസ്ഥ അനുസരിച്ചാണ് അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ 8 വയസ്സുള്ള ഒരു കുട്ടി എന്നാലും 30 വയസ്സുള്ള ഒരു യുവാവ് ചെന്നാലും 90 വയസ്സുള്ള ഒരു പ്രായമാളി എന്നാലും ശരി, ഒരു രോഗത്തിന് ഒറ്റ പ്രോട്ടോക്കോളാണ് ഇവർ നടപ്പിലാക്കുന്നത്. ഇത് വളരെയധികം അശാസ്ത്രീയവും അപകടകരവുമാണ്. ഈ ഡോക്ടർക്ക് ഈ പ്രോട്ടോക്കോൾ വിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഇദ്ദേഹം പ്രോട്ടോക്കോൾ വിട്ട് അയാൾക്ക് തന്നെ അറിയാം ഈ പ്രോട്ടോക്കോൾ ഇയാൾക്ക് പറ്റില്ല, ഇത് പ്രശ്നമുണ്ടാക്കുമെന്ന ഡോക്ടർക്ക് അറിയാമെങ്കിൽ പോലും അദ്ദേഹം ആ പ്രോട്ടോക്കോൾ തെറ്റിച്ചെന്തെങ്കിലും ചെയ്ത് കഷ്ടകാലത്തിന് ആ മനുഷ്യൻ എന്തെങ്കിലും ഒരു കുഴപ്പത്തിലേക്ക് എത്തിപ്പെട്ടാൽ, ഒരു പക്ഷേ അയാൾ ഏതെങ്കിലും കാരണവശാൽ മരിച്ചു പോയാൽ ഈ ഡോക്ടർ പ്രതിയാകും. ഡോക്ടറോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് പ്രോട്ടോക്കോൾ തെറ്റിച്ചത്? നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇന്ന പ്രോട്ടോക്കോൾ അനുസരിച്ച് വേണം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ ഡോക്ടർമാർക്ക് പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രമേ ചികിത്സിക്കാൻ പറ്റൂ എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് വന്നിരിക്കുന്ന രോഗിയുടെ കൃത്യമായിട്ടുള്ള ഒരു ശാരീരിക അവസ്ഥ അസസ് ചെയ്തിട്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവ് ഉപയോഗിച്ച് ആളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം അവർ പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. രോഗചികിത്സയിൽ പ്രോട്ടോക്കോൾ ഒരു കാരണവശാലും ശരി പാടില്ലാത്തതാണ്. പക്ഷേ ഈ പ്രോട്ടോക്കോൾ വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ദുരുദ്ദേശങ്ങളുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ രോഗികളെ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആൾക്കാർക്കും ഒരേ രീതിയിലുള്ള ചികിത്സ കൊടുക്കണം എന്നൊരു പ്രോട്ടോക്കോളിലൂടെ പറയുന്നത്. മൂന്നാമത്, ഡോക്ടർമാർ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള ഡയഗ്നോസിസാണ്. ഡോക്ടർമാരുടെ നിയന്ത്രണത്തിലല്ലത്. അതായത് ഒരു വ്യക്തിക്ക് ഒരു രോഗമുണ്ടോ എന്ന് വൈദ്യശാസ്ത്രം പരിശോധിക്കുന്നത് ചില യന്ത്രങ്ങളിലൂടെ അയാളുടെ ശരീരത്തെ കടത്തി വിട്ടോ അല്ലെങ്കിൽ അയാളുടെ രക്തം എടുത്ത് പരിശോധിച്ചോ ഒക്കെയാണ്. ഇപ്പോൾ ഒരു CT സ്കാനോ MRI സ്കാനോ അല്ലെങ്കിൽ ഒരു എക്കോയോ അത്തരത്തിലുള്ള ഇവരുടെ ഏത് രോഗപരിശോധനയും നടത്തുന്നത് യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു യന്ത്രം ഉപയോഗിച്ച് നടത്തിയ രോഗപരിശോധനയുടെ റിപ്പോർട്ട് വെച്ചാണ് ഒരു ഡോക്ടർ ചികിത്സിക്കുന്നത്. ഈ ഡോക്ടർ യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടിനെ വിശ്വസിക്കുകയാണ്. ഡോക്ടർക്ക് അറിഞ്ഞുകൂടാ ഈ റിപ്പോർട്ട് കൃത്യമാണോ ശരിയാണോ എന്ന്. കാരണം ഇതൊരു യന്ത്രത്തിലൂടെയാണ് ഈ റിപ്പോർട്ട് എടുക്കുന്നത്.
ആ യന്ത്രം കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. നമുക്കെങ്ങനെ അറിയാം? യന്ത്രങ്ങൾക്ക് കാലാകാലങ്ങളിൽ സർവീസ് ആവശ്യമാണ്. അവ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവ കൊടുക്കുന്ന റിസൾട്ട് തെറ്റും. അപ്പോൾ ഒരു ഡോക്ടറുടെ മുമ്പിൽ ഒരു റിസൾട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ രോഗപരിശോധനാ സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള മെഷീനുകളൊക്കെ ഇല്ല, പല ആശുപത്രികളിലും ഇല്ല. പലപ്പോഴും അത് പുറത്തു പോയാണ് ചെയ്യുന്നത്. അപ്പം പുറത്തുള്ള ഏതോ ഒരു ലാബിൽ പോയിട്ട് ഒരു വ്യക്തി ഒരു രോഗപരിശോധനാ ഫലവുമായിട്ട് വരുന്നു. ആ ലാബുകാരനെ അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഈ ഡോക്ടർക്ക് ചികിത്സ കൊടുക്കേണ്ടി വരികയാണ്. ഡോക്ടറുടെ യാതൊരു നിയന്ത്രണവും ആ റിപ്പോർട്ടിലില്ല. ഡോക്ടറല്ല ഇതെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഒരു ഡോക്ടറുടെ മുമ്പിൽ വരുമ്പോൾ അദ്ദേഹം അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ട് തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് മൂലം തന്നെ ഈ രോഗിക്ക് പ്രശ്നമുണ്ടാകും. അവിടെ ഡോക്ടറുടെ എന്ത് പിഴവാണുള്ളത്? ഡോക്ടർക്ക് എങ്ങനെയാണ് ഈ റിസൾട്ട് കൃത്യമാണെന്ന് ഉറപ്പാക്കാൻ പറ്റുക? അദ്ദേഹമല്ല ഈ മെഷീൻ ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പക്കൽ സ്പെഷ്യലായിട്ട് അതിനുള്ള മെഷീൻ ഇല്ല. അദ്ദേഹത്തിന് ഇവരെയൊക്കെ വിശ്വസിക്കേണ്ടി വരികയാണ്. അതായത് ലാബുകളെ വിശ്വസിക്കണം, യന്ത്രം ഉണ്ടാക്കിയവരെ വിശ്വസിക്കണം. അവരെ അന്ധമായിട്ട് വിശ്വസിച്ച് പോകാൻ മാത്രമേ പറ്റുള്ളൂ. ക്യാൻസർ ഇല്ലായിരുന്ന വ്യക്തികൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ട് ഇല്ലാത്ത ക്യാൻസറിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ ചികിത്സ നടത്തുന്നുണ്ട്. അതുപോലെ എവിടെയെല്ലാം നടത്തുന്നുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അത് പത്രത്തിൽ വാർത്തയാണ് നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ക്യാൻസർ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ഡോക്ടർമാർ അത് വിശ്വസിച്ചുകൊണ്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്ത വാർത്ത നമ്മൾ വായിക്കുമ്പോൾ ഈ ടെസ്റ്റ് റിപ്പോർട്ടുകളെ ഡോക്ടർമാർക്ക് അന്ധമായിട്ട് വിശ്വസിക്കേണ്ടി വരുന്നുണ്ട്. അതിൽ അവരുടെ യാതൊരു നിയന്ത്രണമില്ല എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. മൂന്നാമത്, ഈ ഡോക്ടർമാർ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഈ പറയുന്ന പ്രോട്ടോക്കോൾ അനുസരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ മുമ്പിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള ടെസ്റ്റ് റിപ്പോർട്ടുകളെ വിശ്വസിക്കുന്നു, എന്നിട്ട് മെഡിസിൻ കൊടുക്കുന്നു. നിങ്ങൾ ഈ അടുത്ത സമയത്ത് വായിച്ചൊരു വാർത്തയാണ്, വടക്കേ ഇന്ത്യയിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ കഫ് സിറപ്പ് കഴിച്ച് നിരവധി കുട്ടികൾ മരണപ്പെട്ടു. ഈ കഫ് സിറപ്പ് കുറിച്ചു കൊടുത്ത ഡോക്ടർക്ക് അതിലെന്തെങ്കിലും പങ്കുണ്ടോ? ഒരു പങ്കുമില്ല. കാരണം ഡോക്ടറുടെ മുമ്പിൽ ഒരു പ്രോട്ടോക്കോളുണ്ട്. ഇന്ന രോഗവുമായിട്ടൊരു രോഗി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട ചികിത്സ ഇതാണ്. അദ്ദേഹം അത് മാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഈ മരുന്നുണ്ടാക്കിയ കമ്പനി ഏതാണ്? അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഏതോ ഒരു കമ്പനി എവിടെയോ മരുന്നുണ്ടാക്കി. ആ മരുന്ന് അവർ കൃത്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നും അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന മരുന്നുകളെല്ലാം തന്നെ സുരക്ഷിതമായിട്ടുള്ളതാണെന്നും അവ ഒരിക്കലും ആൾക്കാർക്ക് പ്രശ്നമുണ്ടാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ട ഇവിടുത്തെ സർക്കാരാണ്. സർക്കാർ അങ്ങനെ എന്തെങ്കിലും ഉറപ്പാക്കുന്നുണ്ടോ? ഒരു ഡ്രഗ് കൺട്രോളൊക്കെ ഇരിപ്പുണ്ട്, പേരിന് മാത്രം ഇവിടെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ നിരവധി ഇത്തരത്തിലുള്ള മരുന്നുകളുടെ പ്രശ്നങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തോന്നാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡ്രഗ്സ് കൺട്രോളിനെ കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഒരു ഗുണവുമില്ല. അപ്പോൾ ഡോക്ടറുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു മെഡിസിൻ, അല്ലെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിൻ എന്ന് പറയുന്നത് ഡോക്ടർ ഉണ്ടാക്കുന്നതല്ല, അതാരോ ഉണ്ടാക്കുന്നതാണ്. അതിൽ ഡോക്ടർക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അദ്ദേഹം അത് കുറിച്ച് കൊടുക്കുന്നു. അത് കുറിച്ച് കൊടുത്തിട്ട് ആ മരുന്ന് വാങ്ങിക്കഴിക്കുന്ന രോഗിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നിങ്ങൾ എന്തിനാണ് ഡോക്ടറെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടത് ഇവിടുത്തെ സർക്കാരിനെയാണ്. നിങ്ങളൊക്കെ തെരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിയിരിക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കളെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടത്. കാരണം ഇവിടെ റോങ് ആയിട്ടുള്ള മരുന്നുണ്ടാക്കിയ ഒരു മരുന്ന് കമ്പനി വിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ മരുന്ന് കമ്പനിയുടെ കുഴപ്പമാണ്, അവരെ നിയന്ത്രിക്കുന്ന സർക്കാരിൻ്റെ കുഴപ്പമാണ്, ഒരിക്കലും ഡോക്ടറുടെ കുഴപ്പമല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊരു അലോപ്പതി ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഡോക്ടർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അദ്ദേഹം തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ പക്കൽ പ്രോട്ടോക്കോളുണ്ട്. പ്രോട്ടോക്കോൾ അദ്ദേഹത്തിന് തെറ്റിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ടെസ്റ്റ് റിപ്പോർട്ടുകൾ വരികയാണ്. ടെസ്റ്റ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് വിശ്വസിച്ചേ പറ്റൂ. പക്ഷേ ആ റിപ്പോർട്ട് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് മുമ്പിൽ യാതൊരു മാർഗവുമില്ല. അതേപോലെ തന്നെ അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ അദ്ദേഹം ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങളാണ് പെരുമാറേണ്ടത്. ഡോക്ടർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ധമായിട്ട് അതിനെ വിശ്വസിക്കാതെ ഏതെങ്കിലും ഒരു ലാബിൽ കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിടത്തും കൃത്യമായിട്ട് ഒരേപോലെയുള്ള റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിശ്വസിക്കാം. എന്നാൽ രണ്ടും രണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഡോക്ടർ നിങ്ങൾക്കൊരു അഡ്വൈസ് തരും എന്ത് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ ബുദ്ധിമുട്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പരിശോധിക്കുന്നു, അവർ തരുന്ന റിപ്പോർട്ടിനെ അങ്ങ് അന്ധമായിട്ട് വിശ്വസിക്കുന്നു, എന്നിട്ട് ചികിത്സിക്കാൻ പോകുന്നു, എന്നിട്ട് ഡോക്ടറെ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, 100% നമ്മുടെ ഡോക്ടർമാർ നിരപരാധികളാണ്. ഡോക്ടർമാരുടെ കുറ്റമല്ല ഇത്. അവരുടെ കൈകാലുകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത പല കാര്യങ്ങളും അനുസരിച്ചുകൊണ്ടാണ് അവർ ചികിത്സ തരുന്നത്. അതുകൊണ്ട് ചികിത്സിക്കാൻ പോകുന്ന ആൾക്കാരാണ് അവനവൻ്റെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടതും. അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളൊരു മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ ആ മരുന്ന് നല്ലതാണോ, ഏത് കമ്പനി ഉണ്ടാക്കിയതാണ്, ഈ കമ്പനിയുടെ പിൽക്കാല റെക്കോർഡ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ മാത്രമേ നമ്മൾ കഴിക്കാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലുമൊക്കെ ചികിത്സ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് മരുന്ന് വാങ്ങി ഉപയോഗിക്കാം. ഇന്നേ വരെ ആയുർവേദത്തിലെയോ ഹോമിയോയിലെയോ ഏതെങ്കിലും മരുന്ന് നിരോധിക്കപ്പെട്ടിട്ടില്ല. അവിടെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പ്രോട്ടോക്കോൾ ഇല്ല. അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന രോഗിയെ അവർക്ക് അവരുടെ യുക്തി അനുസരിച്ചും ബുദ്ധി അനുസരിച്ചും അസസ് ചെയ്യാനും അവർക്ക് കൃത്യമായിട്ട് മെഡിസിൻ കൊടുക്കാനും പറ്റും. നിങ്ങൾക്ക്
അത് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. എന്തുകൊണ്ടാണ് ഉപയോഗപ്പെടുത്താത്തത്? ആയുഷ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ അംഗീകരിച്ച ഒരു വിഭാഗത്തിൻ്റെ അല്ലേ? അപ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം പെരുമാറേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലെമ്പാടുമുള്ള സർക്കാർ ഡോക്ടർമാർ ആത്മാർത്ഥമായിട്ട് തന്നെ രോഗികൾക്ക് വേണ്ടി അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികൾ അവരോട് ഒരിക്കലും ചെയ്യരുത്. അവരുടെ ഈ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ട കരുതലെടുക്കുക. നിങ്ങൾ കരുതലെടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യാൻ പറ്റൂ. അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിൽ ഒന്നും തന്നെ നമുക്കവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. താങ്ക് യു.